നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് മല്ലിയില കൊണ്ടുള്ള ഒരു ചട്നിയാണ്. ഈ തണുപ്പ് സമയത്ത് മല്ലിയില കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്കത് ഈസി ആയിട്ട് മാർക്കറ്റിൽ കിട്ടുകയും ചെയ്യും. സോ എല്ലാവരും ഈ മല്ലിയില ചട്നി ഒന്ന് ട്രൈ ചെയ്യണം. അതിന് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ 4 തക്കാളിക്ക മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിക്കയാണ് എടുത്തത്. പിന്നെ 4-5 മുളക്, വട്ടില മുളക്. അത് നമുക്കിവിടെ ഞാൻ പാണ്ടി മുളക് എടുത്തത്. നമുക്ക് എന്തും എടുക്കാം, പാണ്ടിയോ ഇല്ലെങ്കിൽ കാശ്മീരി മുളകോ, എന്താ നിങ്ങൾക്ക് എരിവിനനുസരിച്ച്. പിന്നെ 4-5 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി. പിന്നെ നമുക്ക് ആദ്യം വറുക്കാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, പിന്നെ 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ. പിന്നെ നമുക്ക് ലാസ്റ്റിൽ കുറച്ച് എള്ള് വേണം. വെളുത്ത എള്ളാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതൊരു ടേബിൾ സ്പൂൺ. പിന്നെ നമുക്കിവിടെ നമ്മൾ ഈ ചട്നിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് താളിക്കാൻ വേണ്ടി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണിത്. ഓക്കെ, നമുക്കപ്പോൾ റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം. സോ ഞാൻ പാത്രം അടുപ്പത്തോട്ട് വെച്ചു. ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമുക്ക് 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ആദ്യം ഇടാം. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം നമുക്ക്. പിന്നെ ഇതിലോട്ട് നമുക്ക് നമ്മുടെ 1/2 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ നമ്മുടെ കടുക്, ജീരകം, ഉലുവ എല്ലാം ഇടുക. നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇത് തീ കുറച്ച് വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ, കരിയാൻ പാടില്ല. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി. അപ്പോൾ ഇത് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. ഇത് ഞാൻ വറുത്ത സാധനമെല്ലാം ഇപ്പം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എണ്ണ ഇത്തിരി ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം ഇട്ട് മൂപ്പിക്കാം. ഞാനിവിടെ 4 പച്ചമുളക് ഇടുക. 4-5 പച്ചമുളകും പിന്നെ വട്ടിലമുളകും. ആദ്യം ഇത് രണ്ടും ഒന്ന് മൂപ്പിക്കും. പച്ചമുളക് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇതിലോട്ട് നമുക്ക് ഇച്ചിരി വെളുത്തുള്ളിയും കൂടി അങ്ങ് ചേർക്കാം. ഇത് നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് നമ്മുടെ എള്ള് 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ഇടാം. ഇത് കരിയാണ്ടൊന്ന് പെട്ടെന്നൊന്ന് ഇളക്കി നമുക്ക് സ്റ്റൗ അങ്ങ് നിർത്തിയിട്ടേ നമ്മൾ മുമ്പേ മാറ്റി വെച്ച് അതിൻ്റെ കൂടെ ഇതും കൂടി നമുക്ക് ചേർക്കാം. ഇതെല്ലാം മൂത്തിട്ടുണ്ട് എള്ളൊക്കെ. നമുക്കിനി അങ്ങ് സ്റ്റൗ അങ്ങ് നിർത്താം കേട്ടോ. നമ്മൾ മൂപ്പിച്ച സാധനം എല്ലാം തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതേ പാത്രത്തിലോട്ട് ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ, പിന്നെ ഇതിലോട്ട് ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ.
എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിക്ക് ആഡ് ചെയ്യാം. 4 തക്കാളിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇച്ചിരി പുളി, ഒത്തിരിയൊന്നും വേണ്ട, തക്കാളിക്ക ഇട്ടത് കൊണ്ട് ഇച്ചിരി പുളി മതി. അതും കൂടി നമുക്ക് ഈ തക്കാളിയിൽ അങ്ങ് ആഡ് ചെയ്യാം. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. തക്കാളിക്ക് ഒന്ന് സോഫ്റ്റ് ആവട്ടെ. നമുക്ക് നോക്കാം നമ്മുടെ തക്കാളി വെന്തിട്ടുണ്ടോയെന്ന്. നമ്മുടെ തക്കാളിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ പച്ച മണമൊക്കെ അങ്ങ് മാറി. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ചേർക്കുക. നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മല്ലിയില ചേർക്കാം. മല്ലിയില തീരെ നൈസായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വലുതായിട്ട് ചോപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഈ മല്ലിയില ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. പെട്ടെന്നായിരിക്കും വാടി വരുന്നത്. നമ്മുടെ മല്ലിയിലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിനിയും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. നമ്മൾ ആദ്യം വറുത്ത് കോരി മാറ്റി വെച്ച് സാധനം അത് തണുത്തിട്ടുണ്ട്. നമ്മളത് മിക്സി ജാറിലോട്ട് മാറ്റി ആദ്യം ഇതൊന്ന് പൊടിക്കാം. നമ്മൾ ആദ്യം എടുത്ത സാധനങ്ങളെല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ തക്കാളിക്കയും മല്ലിയിലയും വേവിച്ച് വെച്ചത് ചേർക്കാം. ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ ഒത്തിരി ഫൈൻ പേസ്റ്റ് ആക്കല്ലേ. ഒത്തിരി പേസ്റ്റായ കൊള്ളത്തില്ല. ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. പൾസ് ചെയ്ത് പതുക്കെ. നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇത് നമ്മളിപ്പോൾ ഇത് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാൻ നോക്കി, അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി ഉപ്പ് വേണം. സോ ഞാൻ ഇത്തിരി കൂടി ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ ഈ സ്റ്റേജിൽ നമ്മൾ സവാള ഒരു അരമുറി, ചെറിയൊരു സവാള മതി. വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചുമ്മാ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ ചട്നിയിലോട്ട് താളിക്കാനുള്ള ഇത്തിരി എണ്ണ, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ സാധാരണ താളിക്കുന്ന പോലെ വറ്റൽമുളകും കടുകും ജീരകവും ഉഴുന്നും ഒക്കെ. ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കായപ്പൊടിയും കൂടി ചേർക്കാം. മതി. ഇത് നമുക്കിനി നമ്മുടെ അരച്ച് വെച്ച ആ ചട്നിയിലോട്ട് ചേർക്കാം. നമ്മുടെ ചട്നി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ മിക്സിയിലിട്ട് അരച്ചത്. തീരെ പേസ്റ്റ് ആക്കരുത്. നമ്മളൊന്ന് ഇത് ചെയ്തെടുത്താൽ മതി, ക്രഷ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് അരിഞ്ഞോളൂ. പിന്നെ ഇതിലോട്ട് നമ്മുടെ താളിച്ച് വെച്ചത് ചേർക്കാം. ഇത്
നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചട്നിയാണ്. ഈ തണുപ്പ് സമയത്ത് എല്ലാവരും ഇതൊന്ന് കഴിക്കുന്നത് നല്ലതായിരിക്കും. മല്ലിയില കൊണ്ടുള്ള എന്തും കഴിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ റെസിപ്പി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ എൻ്റെ മലയാളത്തിൽ ചെറിയൊരു പ്രശ്നം കാണും. ഞാൻ ഇവിടെ അല്ല ജനിച്ച് വളർന്നത്, അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ആകണേ. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് മാക്സിമം.